തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ ഭൂരിപക്ഷം 2270 7 റൗണ്ടുകൾ അവിടെ പൂർത്തിയായിരിക്കുന്നു. 7 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ അവിടെ 2270 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സന്ദീപ് വാര്യർ അവിടെ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തൃക്കരിപ്പൂര് കാലങ്ങളായിട്ട് LDF-ന്റെ കോട്ട തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിമാരൊക്കെ മത്സരിച്ച് ജയിച്ച LDF-ന്റെ വലിയൊരു കോട്ട തന്നെയാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അവിടെ ജയിച്ചു കയറുക എന്ന് പറയുന്നത്, അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഒരു അസാമാന്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 57-ൽ പഴയ നീലേശ്വരം മണ്ഡലമായിരുന്നു EMS നമ്പൂതിരിപ്പാട് മത്സരിച്ചൊരു പ്രദേശമാണ്. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഇവിടെ മത്സരിച്ചിട്ടുണ്ട് ഈ തൃക്കരിപ്പൂർ മേഖലയിൽ. അപ്പോൾ അതിനാൽ തന്നെ അവിടെ ജയിച്ചു കയറുക അല്ലെങ്കിൽ അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുക. EK നായനാർ 87-ലും 91-ലും ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. CPM തന്നെയാണ് കാലാകാലങ്ങളായിട്ട് 1960-ൽ മാത്രമാണ് തൃക്കരിപ്പൂർ പഴയ നീലേശ്വരം മണ്ഡലത്തിൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ UDF-ന് ഒരു മുന്നേറ്റം, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ജയത്തിലേക്ക് വരികയാണെങ്കിൽ 1960-ന് ശേഷം ആ മേഖലയിൽ സംഭവിക്കുന്ന ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും. ഇപ്പോൾ ഇതാ 100 സീറ്റ് എന്ന് പറയുന്നത് 99-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. അത് എവിടെയാണ് അതിൻ്റെ ഒരു കുറവ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ മാനന്തവാടിയായിരുന്നു അഡീഷണൽ കിട്ടിയ, തൃക്കരിപ്പൂർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ വളരെ നേരത്തെ ഒരു ഭൂരിപക്ഷം മാത്രമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ കനത്ത ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ 99 മാറിയിരിക്കുന്നു UDF-ന്റെ സീറ്റ് നില എന്ന് പറയുന്നത്. 99-ലേക്ക് മാറിയിരിക്കുന്നു. 99, LDF 39, NDA 2 എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. NDA 2. രമേശ് പിഷാരടി പാലക്കാട് മുന്നേറ്റം തുടരുന്നു. 1525-ലേക്ക് കാര്യങ്ങൾ പോകുന്നു.